വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേൺ. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ഇടയിൽ ഒരു കണക്ഷൻ പ്രോബ്ലം ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ UP സ്കൂൾ ടീച്ചർ അസിസ്റ്റൻറ്റിൻ്റെ ഇൻ്റർവ്യൂവുമായിട്ടുള്ള ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഇന്നു മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, പോസിബിൾ ആയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൈ ഡു യു വാണ്ട് ടു ബിക്കം എ UP സ്കൂൾ ഇംഗ്ലീഷ് ടീച്ചർ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് UP സ്കൂളിലെ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റ് നിങ്ങളൊരു ഇംഗ്ലീഷ് അതായത് UG ഹോൾഡർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ PG ഇംഗ്ലീഷ് UG PG ഏതെങ്കിലും ആകാം, അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ ഡിഗ്രിക്ക് ചൂസ് ചെയ്തതെങ്കിൽ എന്തായാലും ഇൻ്റർവ്യൂ പാനലിൽ നിങ്ങളോട് ഇംഗ്ലീഷിൽ തന്നെ ആൻസർ ചെയ്യാൻ ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ അവിടെ കിടന്ന് ബബബ അടിക്കേണ്ട, അതിന് ഇപ്പം തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്തായാലും ഇംഗ്ലീഷിൽ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനും ഇവിടെ ഇംഗ്ലീഷിലാണ് ആൻസർ പറയുന്നത്. ഓക്കെ, ആദ്യം എന്താണ് ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്, അതാണ് ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അതിന് നമുക്ക് എങ്ങനെ ഉത്തരം പറയാം എന്ന് മനസ്സിലൊന്ന് കുറിച്ച് വയ്ക്കുക. നിങ്ങൾക്ക് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ ചോദ്യം നേരിട്ടാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് വയ്ക്കാം. എന്നിട്ട് ബാക്ക് വരിക, നമുക്ക് ഉത്തരം പറയാം. I want to become a UP school English teacher because I am passionate about both teaching and language development. English is not just a subject, it is a gateway to knowledge and opportunities. Teaching at the upper primary levels allows me to shape foundational skills in reading, writing, speaking, and listening. I believe I can create an engaging and supportive classroom where children can develop confidence in using English in real-life situations. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മെയിനായിട്ടും പഠിപ്പിക്കാൻ പോകുന്നത് ഗവൺമെൻറ് സ്കൂളിലാണ്. അതായത് ഒരു റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ ഗ്രാമത്തിലെ അധികം സിറ്റിയിലൊന്നും അല്ലാത്ത സ്കൂളുകളിലായിരിക്കും മിക്കവാറും പഠിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് നമുക്കൊരു പാഷനേറ്റ് ആവണം. അതുപോലെ കുട്ടികൾക്ക് എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇംഗ്ലീഷിൽ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്കാണ്, സ്വയം ഷൈനിങ് ഉള്ളവർക്കാണ് കുട്ടികൾക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ആൻസറിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ടീച്ചിങ്ങിലും കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. മറ്റൊന്ന്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് മാത്രമല്ല, അതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലോബൽ ലാംഗ്വേജാണ്. അപ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ആണെങ്കിലും അതിലേക്കുള്ള ഒരു വേ എന്ന് പറയുന്നത് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് സബ്ജക്റ്റാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് തറോ ആയിരിക്കണം. അതിൻ്റെ ഒരു തീം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കൂടിയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഈ ഉത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല, ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളതിൽ കൂടിയിട്ട് എന്തൊക്കെ സ്കിൽസ് കൂടി കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്, ഇതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ടീച്ചർക്ക്, അതായത് ഞാനിപ്പോൾ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ്, കുട്ടികളെ അതിനു വേണ്ടിയിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ എൻഗേജ് ചെയ്യാനും അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടീവ് ക്ലാസ് റൂം നൽകാനും എനിക്ക് കഴിയണം. അവർക്ക് റിയൽ ലൈഫിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. അത്തരത്തിലുള്ള ഒരു ടീച്ചറാണ്, എനിക്ക് അത്തരത്തിലൊരു കഴിവുള്ളത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ പറയേണ്ടത് കേട്ടോ. അപ്പോൾ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ ഉത്തരം പറയാൻ ശ്രമിക്കാം. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഇംഗ്ലീഷ് ടീച്ചർ? ഒരു നല്ല ഇംഗ്ലീഷ് ടീച്ചറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഇതിപ്പോൾ ഒരു നല്ല ഇംഗ്ലീഷ് ടീച്ചർ എന്നല്ല, ഒരു നല്ല ടീച്ചറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മുൻപ് സൈക്കോളജി, പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ ഒരു ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. A good English teacher must be fluent and confident in language use.
Use creative and student-centered methods. Be patient, especially with slow learners. Encourage communication over memorization. Use a variety of resources, stories, games, media to make lessons engaging. Give regular feedback and motivate students to improve. Update their own knowledge and teaching strategies regularly. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നല്ല ഇംഗ്ലീഷ് ടീച്ചർക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒരു നല്ല ഇംഗ്ലീഷ് ടീച്ചർ ലാംഗ്വേജ് നന്നായിട്ട് പറയാൻ കഴിയുന്ന ആളായിരിക്കണം. അതായത് ഫ്ലുവൻ്റ് ആയിരിക്കണം. അതുപോലെ താൻ പറയുന്ന കാര്യത്തിൽ കോൺഫിഡൻറ്റും ആയിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ മസ്റ്റ് ബി ഫ്ലുവൻറ്റ് ആൻഡ് കോൺഫിഡൻറ്റ് ഇൻ യൂസിങ് ലാംഗ്വേജ്. അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ടീച്ചർക്ക് ക്ലാസ് റൂമിൽ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാൻ കഴിയണം. അതുപോലെ ടീച്ചർ എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണം. യൂസ് ക്രിയേറ്റീവ് ആൻഡ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡ്സ്. മറ്റൊന്ന്, ടീച്ചർ പേഷ്യൻ്റ് ആയിരിക്കണം. ക്ഷമ അത്യാവശ്യം ഉണ്ടായിരിക്കണം. അതായത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ നാറ്റീവ് ലാംഗ്വേജ് അല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ലോ ലേണേഴ്സ്. അപ്പോൾ അവർക്കും കൂടി അല്ലെങ്കിൽ അവരും കൂടി ടീച്ചർ പറയുന്ന ലെവലിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടികളോടൊപ്പം ഈ സ്ലോ ലേണേഴ്സ് എത്തുന്ന രീതിയിൽ അവർക്കും ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ടീച്ചർ പറഞ്ഞു കൊടുക്കണം. അതിന് അത്രയും ടീച്ചർ എന്തായിരിക്കണം, ക്ഷമയോട് കൂടിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് കിട്ടി, മറ്റുള്ള കുട്ടികൾക്ക് കിട്ടിയില്ല, അവരവിടെ നിൽക്കട്ടെ, ഇവർക്ക് എന്തായാലും കിട്ടിയല്ലോ എന്ന് കരുതിയിട്ട് ടീച്ചർ മുൻപോട്ട് പോകരുത്. മറ്റുള്ളവരെ കൂടെ മുൻപിലേക്ക് കൊണ്ടുവരണം. അതിന് ടീച്ചർ എന്തായാലും പേഷ്യൻ്റ് ആയിരിക്കണം. സ്ലോ ലേണേഴ്സിൻ്റെ കൂടെ കൂടണം. മറ്റൊന്ന്, എൻകറേജ് കമ്മ്യൂണിക്കേഷൻ ഓവർ മെമ്മറൈസേഷൻ എന്നുള്ളതാണ്. അതായത് ഈ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ അത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ എപ്പോഴും ഇംഗ്ലീഷിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ ക്ലാസ് റൂമിൽ നടക്കാൻ പലപ്പോഴും ശ്രമിക്കണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ടീച്ചർക്ക് സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാം. ഇനി കുട്ടികൾ തമ്മിലും ഒരു ടോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിലും സിമ്പിൾ ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യാം. ഓക്കെ. യൂസ് എ വെറൈറ്റി ഓഫ് റിസോഴ്സസ്. എന്തൊക്കെയാണ് ടീച്ചർക്ക് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വെറൈറ്റി റിസോഴ്സസ് ഉപയോഗിക്കുക. സ്റ്റോറീസ്, ഗെയിംസ്, മീഡിയ. അപ്പോൾ പലതരം മീഡിയയിൽ തന്നെ, അതായത് ഇപ്പം മിക്കവാറും കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് മീഡിയ എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം സോഷ്യൽ മീഡിയ എടുത്ത് തന്നെ അവർക്ക് തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ തന്നെ പല കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ ലാംഗ്വേജ് മിക്കവാറും ഇംഗ്ലീഷ് ആയിരിക്കും. അത് ടീച്ചർക്ക് ഒരു ഉപകാരമായിട്ട് ടീച്ചർക്ക് ഉപയോഗിക്കാം ക്ലാസ് റൂമിൽ. ഓക്കെ. ടീച്ചർക്ക് തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ച് തന്നെ. ഗീവ് റെഗുലർ ഫീഡ്ബാക്ക് ആൻഡ് മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് എന്നുള്ളതാണ് മറ്റൊന്ന്. അതായത് കുട്ടികൾക്ക് കൂടുതൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ടീച്ചർ നൽകണം. അതുപോലെ നിരന്തരം അവർ ചെയ്ത കാര്യങ്ങൾ അവരുടെ റീഡിങ്ങിൽ, സ്പീക്കിങ്ങിൽ, റൈറ്റിങ്ങിലൊക്കെ ഫീഡ്ബാക്ക് നൽകിക്കൊണ്ടിരിക്കണം. ടീച്ചർ എല്ലാം ചെക്ക് ചെയ്യണം. ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്ഡേറ്റ് ദെയർ ഓൺ നോളേജ് ആൻഡ് ടീച്ചിങ് സ്ട്രാറ്റജീസ് റെഗുലർലി. അപ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടീച്ചറുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ടീച്ചറുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്ഡേറ്റ് ടീച്ചർ ഓൺ നോളേജ് ആൻഡ് ടീച്ചിങ് സ്ട്രാറ്റജീസ് റെഗുലർലി. അപ്പോൾ നോളജ് മാത്രമല്ല, ടീച്ചിങ് സ്ട്രാറ്റജീസും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള പഠനം ടീച്ചർ സാധ്യമാക്കണം. അതിന് ടീച്ചിങ് സ്ട്രാറ്റജീസ് ബോറിംഗ് ആയി തുടങ്ങും ഒരേ തരം യൂസ് ചെയ്താൽ. അപ്പോൾ എന്ത് വേണം, എപ്പോഴും അത് അപ്ഡേറ്റ് ആയിരിക്കണം. വെറൈറ്റി ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇനി മറ്റൊരു ചോദ്യം, ഹൗ ഡു യു മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ഹു ആർ വീക്ക് ഇൻ ഇംഗ്ലീഷ്? ഇംഗ്ലീഷിൽ വീക്കായിട്ടുള്ള കുട്ടികളെ എങ്ങനെയാണ് ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക? അതിൻ്റെ ആൻസർ എന്തായിരിക്കണം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എങ്ങനെയൊക്കെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം? ക്രിയേറ്റ് എ നോൺ ത്രെറ്റനിങ് എൻകറേജിങ് അറ്റ്മോസ്ഫിയർ. ഭയരഹിതമായിട്ടുള്ള സൗഹൃദപരമായിട്ടുള്ള ഒരു ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യമായിട്ട് വരുന്നത്.
ടീച്ചർ എന്തായിരിക്കണം, കുട്ടികളോട് എപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കണം ഇവിടെ. മറ്റൊന്ന്, ബ്രേക്ക് ലെസൺസ് ഇൻ ടു സ്മോൾ അച്ചീവബിൾ ഗോൾസ്. വലിയ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അത് കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആക്കിയിട്ട്, ചെറിയ ചെറിയ ലെസൺസ് ആക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അതിൻ്റെ ഒരു ഗോൾ എന്താണ് അല്ലെങ്കിൽ എയിം എന്താണെന്നുള്ളത് എല്ലാ കുട്ടികൾക്കും ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ടീച്ചർ ഒരു ശ്രമം നടത്തി നോക്കുക. യൂസ് ബൈലിംഗൽ സപ്പോർട്ട് ഇഫ് നീഡഡ് ടു എക്സ്പ്ലെയിൻ. ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ എന്തായാലും ടീച്ചർ, അതായത് ഒരു കുട്ടിയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഏറ്റവും നല്ലത് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുക, ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ടീച്ചർ ടോക്ക് ഇംഗ്ലീഷിലായിരിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരിക്കലും മലയാളം യൂസ് ചെയ്യരുത്. പക്ഷേ അത്രയും ക്യാച്ച് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹിൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈലിംഗൽ സപ്പോർട്ട്, അതായത് അവരുടെ നേറ്റീവ് ലാംഗ്വേജോ അല്ലെങ്കിൽ യൂഷ്വലി മലയാളം തന്നെ ആയിരിക്കും, അപ്പോൾ അതൊന്ന് ഉപയോഗിക്കാം ആ ഒരു അവസരത്തിൽ മാത്രം, അതായത് ആവശ്യമെങ്കിൽ മാത്രം. ഗീവ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ സ്മോൾ സക്സസ്സസ്. അപ്പോൾ ക്ലാസ് റൂമിൽ ചെറിയ അതായത് എപ്പോഴും ബാഡ് ഇമേജസ് ഉണ്ടാവാതെ ചെറിയ സക്സസ്സുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള നമ്മളെ പ്രബലനം ഇല്ലേ, റീഇൻഫോഴ്സ്മെൻറ്റ് നൽകിക്കൊണ്ടിരിക്കുക. അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നന്നായിട്ട് വായിച്ച ഒരു കുട്ടീനെ ഒന്ന് സമ്മാനം കൊടുക്കണം എന്ന് തന്നെ ഇല്ല, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമെങ്കിലും ചെയ്യാം. ഓക്കെ. അലോ പിയർ ലേണിംഗ് ഗ്രൂപ്പ് സ്ട്രോങ്ങർ ആൻഡ് വീക്കർ സ്റ്റുഡൻസ് ടുഗെദർ. അപ്പോൾ ഈ ക്ലാസ് റൂമിൽ പിയർ ലേണിംഗ്, അതായത് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്ന ഒരു രീതി, അതിപ്പോൾ ഒരു അസൈൻമെൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ അസസ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലായിരിക്കാം. അങ്ങനെയാണെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു പിയർ ലേണിംഗ് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാം. അപ്പോൾ എന്താണ്, സ്ട്രോങ്ങർ കുട്ടികളെ ഒരുമിച്ചും വീക്കർ സ്റ്റുഡൻസിനെ ഒരുമിച്ചും ആക്കിയിട്ട് ഈ ഒരു അസസ്മെൻറ്റ് നടത്താൻ നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു പിയർ ലേണിംഗ് നടത്താൻ നോക്കുക. നെവർ കമ്പയർ സ്റ്റുഡൻസ്, ഫോക്കസ് ഓൺ ദെയർ ഇൻഡിവിജ്വൽ പ്രോഗ്രസ്. കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യരുത്. ഓരോ കുട്ടികളും വ്യത്യസ്തമായിരിക്കും. ഓരോ കുട്ടികളുടെ പഠനശൈലി, പഠന വേഗത, അവരുടെ ഇൻ്റലിജൻറ്റ്, ടാലൻ്റ് എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരാളെ പരസ്പരം കമ്പയർ ചെയ്യരുത്, പകരം അവരുടെ ഇൻഡിവിജ്വൽ പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൗ ഡു യു മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ഹു ആർ വീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന ഒരു ക്വസ്റ്റ്യനിൽ പറയാൻ പറ്റുന്ന ഉത്തരങ്ങൾ. മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ ഉത്തരം പറയാൻ നോക്കുക. ഓക്കെ. മറ്റൊരു ചോദ്യം, ഹൗ വിൽ യു ഇൻ്റഗ്രേറ്റ് ICT ഇൻ യുവർ ഇംഗ്ലീഷ് ലെസൺസ്. ഇപ്പോൾ എല്ലാ ക്ലാസ് റൂമിലും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു സാധനമാണ് ICT. TLM, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസിൽ ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമാണ് ICT എന്ന് പറയുന്നത്. അപ്പോൾ ICT എങ്ങനെ ഇംഗ്ലീഷ് ലെസൺസിൽ ഉൾപ്പെടുത്താം, എങ്ങനെ നമുക്കതിൻ്റെ ഉത്തരം പറയാം. എങ്ങനെ ഉൾപ്പെടുത്താം? ഷോർട്ട് വീഡിയോസ് ഓർ ആനിമേഷൻസ് റിലേറ്റഡ് ടു സ്റ്റോറീസ് ഓർ ഗ്രാമർ. അപ്പോൾ സ്റ്റോറീസോ അല്ലെങ്കിൽ ഗ്രാമറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഷോർട്ട് വീഡിയോസും അല്ലെങ്കിൽ ആനിമേഷൻസ് ഒക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലാബിൽ പോയിട്ട് പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കാം. യൂസ് എഡ്യൂക്കേഷണൽ ആപ്സ് ആൻഡ് വെബ്സൈറ്റ്സ്. എഡ്യൂക്കേഷണൽ ആപ്സും വെബ്സൈറ്റും ഒക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അത് ഇടയ്ക്കൊക്കെ അതൊന്ന് ഉപയോഗിക്കുകയും ചെയ്യാം. വീട്ടിൽ പോയിട്ട് അവർക്കത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കാം. ക്രിയേറ്റ് പവർ പോയിൻറ്റ് സ്ലൈഡ്സ് ടു പ്രസൻറ്റ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ. ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ കുട്ടികളുടെ മുന്നിലൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പവർ പോയിൻറ്റ് സ്ലൈഡ്സൊക്കെ ഉപയോഗിക്കാം. യൂസ് സ്മാർട്ട് ബോർഡ്സ് ഫോർ ഇൻ്ററാക്റ്റീവ് ലാംഗ്വേജ് ഗെയിംസ്. അപ്പോൾ ലാംഗ്വേജ് ഗെയിംസിന് വേണ്ടിയിട്ട് സ്മാർട്ട് ബോർഡ് ഉപയോഗിക്കാം. അപ്പോൾ ഒരുവിധ സ്കൂളുകളിലൊക്കെ സ്മാർട്ട് ബോർഡ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സ്മാർട്ട് ബോർഡും ഉപയോഗിക്കാം. Allow students to do recorded speaking task using a mobile or tablet. അപ്പോൾ ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് റെക്കോർഡഡ് സ്പീക്കിംഗ് ടാസ്ക് എന്നുള്ളത്. അതായത് ടീച്ചറുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പീക്കറോ വെച്ചിട്ടൊക്കെ
റെക്കോർഡഡ് സ്പീക്കിംഗ് ടാസ്ക്, ഓരോ കുട്ടികൾക്കും ഓരോ റോൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ സമയമാകുമ്പോൾ അവർ പറയുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവർ ആക്ഷൻ കാണിക്കുക, ഒരു ഡയലോഗ് വരുന്നതിനനുസരിച്ചിട്ട് അവർ ആക്ഷൻ കാണിക്കുക, അങ്ങനെയുള്ള ഒരു ടാസ്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. മറ്റൊന്ന് ICT ഉപയോഗിക്കുന്നത് കൊണ്ട് പഠനം കൂടുതൽ വിഷ്വൽ, ഇൻറ്ററാക്റ്റീവ് ആൻഡ് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആവും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ICT എങ്ങനെ ഇംഗ്ലീഷ് ലെസൺസിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാം എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. എന്തൊക്കെയാണ്? ഷോർട്ട് വീഡിയോസ് ഓർ ആനിമേഷൻസ് റിലേറ്റഡ് ടു സ്റ്റോറീസ് ഓർ ഗ്രാമർ, യൂസ് എഡ്യൂക്കേഷണൽ ആപ്സ് ആൻഡ് വെബ്സൈറ്റ്സ്, create PowerPoint slides to present vocabulary and grammar, use smart boards for interactive language games, allow students to do recorded speaking tasks using a mobile or tablet. Next question, how do you assess writing skills of students? കുട്ടികളിലെ റൈറ്റിംഗ് സ്കിൽസ് എങ്ങനെ അസസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടൂൾസ് ഉപയോഗിക്കാം. അതിലൊരു വഴി റിട്ടൺ അസൈൻമെൻറ്റ്സ് ആണ്. എസ്സേസ്, ലെറ്റേഴ്സ്, ഷോർട്ട് പാരഗ്രാഫ്സ് ഇതൊക്കെ കുട്ടികൾക്ക് എഴുതാൻ കൊടുക്കാം. എന്നിട്ട് അത് ടീച്ചർക്ക് അസസ് ചെയ്യാം. അവരെങ്ങനെ അതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ, ലാംഗ്വേജൊക്കെ കറക്റ്റാണോ, ഗ്രാമർ കറക്റ്റാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. മറ്റൊന്ന് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ടു എൻകറേജ് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നുള്ളതാണ്. അവർക്ക് അപ്പോൾ ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു കളർഫുൾ ആയിട്ടുള്ള പിക്ചർ കൊടുക്കുമ്പോൾ എല്ലാവരും അത് ആകർഷിക്കും. അപ്പോൾ അതിലെന്താണ് കാര്യങ്ങൾ എന്നുള്ളത് പറയാൻ കുട്ടികൾ ശ്രമിക്കും. ആ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ അവരോട് റൈറ്റ് ഡൗൺ ചെയ്യാൻ പറഞ്ഞാൽ മതി. അതൊരു ടൂളായിട്ട് ഉപയോഗിക്കാം. മറ്റൊന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റബ്രിക്സ് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടേണ്ടത്? ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ, അത് കറക്റ്റാണോ എന്നുള്ളത്. സെൻറ്റൻസ് സ്ട്രക്ചർ, സെൻറ്റൻസ് ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി നോക്കാം. ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്, എങ്ങനെയാണ് അവർ ഇപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതുകയാണെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ ആ ഐഡിയ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. മറ്റൊന്ന് വൊക്കാബുലറി നോക്കാം. അവരുപയോഗിച്ചിട്ടുള്ള വേർഡ്സ്, കൊഹറൻസ് ആൻഡ് ക്ലാരിറ്റി, എത്രത്തോളം വ്യക്തതയോടെയാണ് എഴുതിയിട്ടുള്ളത്, ഹാൻഡ് റൈറ്റിങ്ങും ഒക്കെ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ പിന്നെ അതിൽ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് നൽകുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഫീഡ്ബാക്ക് ഏറ്റവും നല്ലൊരു ഉപയോഗമാണ്. കാരണം ഏറ്റവും നല്ലൊരു ടൂളാണ് ഫീഡ്ബാക്ക് എന്നുള്ളത്. കാരണം എത്രത്തോളം നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നതോ അത്രത്തോളം കുട്ടികളത് ഉയരാൻ പിന്നെ ഇവിടെ ഉൾപ്പെടുത്താവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് പിയർ ആൻഡ് സെൽഫ് അസസ്മെൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് സ്വന്തമായിട്ട് അസസ് ചെയ്യാനും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്തിരിക്കുന്ന കുട്ടികൾ തമ്മിൽ അസസ് ചെയ്യാനും ഉള്ള ഒരു ടൂൾ നൽകാം. അതും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെ കുട്ടികളുടെ റൈറ്റിംഗ് രീതി അസസ് ചെയ്യുക എന്നുള്ളത്, റൈറ്റിംഗ് സ്കിൽസ് അസസ് ചെയ്യുക എന്നുള്ള ഇതിന് ഉത്തരമായിട്ട് വരുന്നത്. എന്തൊക്കെയാണ്? റിട്ടൺ അസൈൻമെൻറ്റ്സ്, പിക്ചർ ഡിസ്ക്രിപ്ഷൻ, യൂസ് റബ്രിക്സ്, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് എൻകറേജ് പിയർ ആൻഡ് സെൽഫ് അസസ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ എല്ലാം ഒന്ന് വായിച്ചിട്ട് ഒന്ന് പോയിൻ്റാക്കി വെക്കാം കേട്ടോ. പെട്ടെന്ന് ഉത്തരം പറയാനുള്ള രീതിയിൽ പോയിൻറ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ബാക്കി നമുക്ക് ആഡ് ചെയ്തിട്ട് സെൻറ്റൻസ് ആക്കിയിട്ട് പറയാമല്ലോ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് വലിയ വീഡിയോ ആയിട്ടുണ്ടാവും. കാരണം ഈ എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഒരു സെറ്റാക്കി പറയണം എന്നുള്ള രീതിയിൽ ഇത് ബ്രേക്ക് ചെയ്ത് പറയാൻ കഴിയുന്ന ഒരു ചോദ്യങ്ങളല്ല. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ കണ്ടിട്ട് എല്ലാം ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം കേട്ടോ. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക് ആൻഡ് ബൈ ബൈ ഫ്രം ലെറ്റ് us learn.